എറണാകുളം മൂവാറ്റുപുഴയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 12 വയസ്സുകാരനുൾപ്പെടെ 8 പേർക്ക് പരിക്ക്. വെള്ളൂർകുന്നം ക്ഷേത്രത്തിന് സമീപമാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി തെരുവുനായ ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 8-9 പേരോളം നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ ജേക്കബ്, ഒരു വശത്ത് പാമ്പുകൾ, മറുവശത്ത് തെരുവുനായ. മനുഷ്യന് രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ദിലീപ് കുമാർ, തീർച്ചയായും മൂവാറ്റുപുഴ നഗരത്തിലാണ് ഇത്തരത്തിലൊരു വലിയ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വെള്ളൂർകുന്നം ക്ഷേത്രത്തിന് സമീപം ഇന്ന് വൈകിട്ടാണ് ഒരു തെരുവുനായ പലരെയും ഓടിച്ചിട്ട് കടിച്ചത്. ഏകദേശം 8ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. 12 വയസ്സുകാരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 8ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരേ നായ തന്നെയാണ് പലരെയും കടിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ നായയെ ഇതുവരെയായിട്ടും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കടിച്ചു കഴിഞ്ഞ് പോയ ശേഷം നായ എവിടെയാണ് എന്ന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വലിയ ആശങ്കയാണ് നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും വരും ദിവസങ്ങളിൽ ഈ നായയെ പിടികൂടിയില്ല എങ്കിൽ അത് കൂടുതൽ ആളുകളെ കൂടി കടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രാഥമിക ശുശ്രൂഷകളും കാര്യങ്ങളുമൊക്കെ നൽകിയിട്ടുണ്ട്. നാളെ തന്നെ ഈ നഗരസഭയുടെ ഡോക്യാച്ചേഴ്സ് അടക്കം എത്തി പരിശോധനയും അതുപോലെ തന്നെ നായകളെ പിടികൂടാനുള്ള നടപടികളും ആരംഭിക്കുമെന്നാണ് നഗരസഭ പറയുന്നത്. മൂവാറ്റുപുഴ വെള്ളൂർകുന്നം ക്ഷേത്രത്തിന് സമീപം തെരുവുനായയുടെ ആക്രമണമുണ്ടായി. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.